ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തോടെ കഥ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ജരാസന്ധ വധം ഭാരതത്തിലെ മഹാഭാരത മഹാകാവ്യത്തിലെ ഏറ്റവും ശക്തവും കൗതുകകരവുമായ കഥയാണ് ജരാസന്ധ വധം. മഗധ രാജാവായ ജരാസന്ധൻ ഭീമന്റെ അതുല്യബലവും കൃഷ്ണന്റെ മഹാതന്ത്രങ്ങളും രാജ്യമെങ്ങും വിറപ്പിച്ച ശക്തി സാമ്രാജ്യവും എല്ലാം ഒരുമിക്കുന്ന മഹാകഥ. പാണ്ഡവരുടെ രാജസൂയായാഗം വിജയകരമാക്കാൻ അധർമ്മത്തിന്റെയും അനീതിയുടെയും പ്രതീകമായ ജരാസന്ധനെ വധിക്കുക അനിവാര്യമായിരുന്നു. കൃഷ്ണൻ, ഭീമൻ, അർജുനൻ എന്നിവർ നടത്തിയ രഹസ്യയാത്ര, ഭീമന്റെ ശക്തി പരീക്ഷ, അംഗപ്രദേശത്തെ രക്തസാക്ഷിയായ മഹായുദ്ധം, ഇതാണ് ഈ കഥയുടെ ഹൃദയം. ഈ അതുല്യ സംഭവത്തിലെ ആരംഭം മുതൽ അവസാനത്തിലെ ജയഘോഷം വരെ ജരാസന്ധവധത്തിന്റെ വീരവും തന്ത്രവും നമ്മൾ ഒത്തുചേർത്ത് അനുഭവിക്കാൻ പോവുകയാണ്. വരൂ, നമുക്ക് ആരംഭിക്കാം. ഭഗവാൻ അർജുനനെയും ഭീമനെയും കൂട്ടി ബ്രാഹ്മണ വേഷത്തിൽ മഗധയിലേക്ക് പോവുകയാണ്. അങ്ങനെ 3 ബ്രാഹ്മണ വേഷധാരികൾ ജരാസന്ധന്റെ രാജധാനിയിൽ എത്തിച്ചേരുകയും ജരാസന്ധനെ സന്ദർശിക്കുകയും ചെയ്യുന്നു. ജരാസന്ധൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്നെ കാണാനായിട്ട് വന്നത്? അപ്പോൾ കൃഷ്ണനാണ് മറുപടി പറഞ്ഞത്, ഞങ്ങൾ സഞ്ചാരികളായ ബ്രാഹ്മണരാണ്. അങ്ങ് വളരെ കീർത്തിമാനാണെന്ന് കേട്ടു. വളരെ ഉദാരമതിയാണെന്നും ദാനശീലനാണെന്നും ആരെന്ത് ചോദിച്ചാലും മടി കൂടാതെ നൽകുന്നവനാണെന്നും ഒക്കെ ആളുകൾ പറയുന്നത് കേട്ടു. അങ്ങനെയുള്ള അങ്ങയെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം തോന്നിയിട്ടാണ് ഞങ്ങൾ അങ്ങയെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ബ്രാഹ്മണ വേഷധാരിയായ കൃഷ്ണൻ ജരാസന്ധനോട് പറഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ വീണ്ടും പറയുകയാണ്, മഹാബലി, ഹരിശ്ചന്ദ്രൻ, രന്തിദേവൻ, ശിബി തുടങ്ങിയ മഹാത്മാക്കൾ എല്ലാവരും തന്നെ ദാനധർമ്മം കൊണ്ടാണല്ലോ ത്രിലോകങ്ങളിൽ പുകൾപ്പെട്ടവരായി തീർന്നത്. അങ്ങനെ അവർ സുഹൃത്തുക്കളായി തീർന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എന്ന് വീണ്ടും കൃഷ്ണൻ പറഞ്ഞു. ഇതും കൂടി കേട്ടപ്പോൾ ജരാസന്ധൻ കൃഷ്ണന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ആ വിഡ്ഢികളുടെ പേരുകളൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. അവരൊക്കെ എങ്ങനെ ദാനശീലനായി എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതുപോട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഇങ്ങനെ ഒരു പുച്ഛത്തോടുകൂടി ജരാസന്ധൻ കൃഷ്ണനോട് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, അത് പറയാം, പക്ഷേ ജരാസന്ധന്റെ ഉള്ളിൽ ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. അതുകൊണ്ട് ജരാസന്ധൻ ചോദിക്കുകയാണ്, എന്ത് പക്ഷേ? വാസ്തവത്തിൽ ഇവർ ബ്രാഹ്മണരാണോ? കൈകളൊന്നും കണ്ടിട്ട് ബ്രാഹ്മണരായിട്ട് തോന്നുന്നില്ല. കാരണം നല്ല തഴമ്പുണ്ട്. യുദ്ധം ചെയ്ത തഴമ്പുകളാണ്. അതുകൊണ്ട് ഇവർ ബ്രാഹ്മണർ തന്നെ ആയിരിക്കുമോ? ഇനി ബ്രാഹ്മണരായ ക്ഷത്രിയരാണോ? അങ്ങനെയുമുണ്ടല്ലോ, ബ്രാഹ്മണ വംശത്തിൽ പിറന്നു എങ്കിലും കർമ്മം കൊണ്ട് ക്ഷത്രിയരായി തീർന്നവർ. പരശുരാമ, ദ്രോണർ അങ്ങനെയൊക്കെ ഉള്ളവരാണല്ലോ. അവര് ബ്രാഹ്മണരായിരുന്നു ജന്മം കൊണ്ട്, പക്ഷേ കർമ്മം കൊണ്ട് ക്ഷത്രിയരാണ്. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കുമോ? എന്തായാലും ചോദിക്കാമെന്ന് ജരാസന്ധൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഹേ ബ്രാഹ്മണ, അങ്ങേ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഒരു ഓർമ്മ. എവിടെയാണ് നാട്? ഉടനെ കൃഷ്ണൻ പറയുകയാണ്, ശരിയാണ്, പണ്ട് മധുരയിൽ വെച്ച് അമ്പാടിക്കണ്ണനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ മധുരയിൽ ഉണ്ടായിരുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞു. ഉടനെ ജരാസന്ധൻ പറയുകയാണ്, കണ്ടില്ലേ എന്റെ യുദ്ധസാമർഥ്യം? ആ കാലി ചെറുക്കൻ ഗോപാലൻ, അവൻ എന്നെ പേടിച്ചോടിപ്പോയത് നിങ്ങൾ കണ്ടില്ലേ? അവനെ ഞാൻ ചക്രശ്വാസം വലിപ്പിച്ചിട്ടുണ്ട്. ഒടുവിൽ അവൻ എന്നെ പേടിച്ചോടിപ്പോയത് നിങ്ങൾ കണ്ടില്ലേ? ഒടുവിൽ അവൻ ഓടിപ്പോയത് അന്ന് നിങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ജരാസന്ധൻ ചോദിച്ചു. ഉടനെ കൃഷ്ണൻ പറയുകയാണ്, രണ്ടുപേരും ഓടുന്നത് കണ്ട് ആരാരെ ഓടിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും ആ ഇടയ ചെറുക്കനും അത്ര മോശക്കാരനായിരുന്നില്ല എന്ന് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ജരാസന്ധൻ പറയുകയാണ്, മോശക്കാരനല്ലെന്നോ? എന്ത് കണ്ണുകൊണ്ടാണ് നിങ്ങൾ കണ്ടത്? അല്ലെങ്കിലും ഈ വയറ്റുപിഴപ്പിന് വേണ്ടി നടക്കുന്ന ബ്രാഹ്മണർക്ക് യുദ്ധത്തിന്റെ മുറ വല്ലതും അറിയുമോ? അവൻ 1ഉം 2ഉം പ്രാവശ്യമല്ല, 17 തവണയാണ് എന്റെ അടുത്ത് നിന്നും തോറ്റോടിപ്പോയത്. ഒടുവിൽ അവനിപ്പോൾ എന്നെ പേടിച്ച് കടലിനക്കരെ എവിടെയോ ഒളിച്ചു താമസിക്കുകയാണ്. അതൊക്കെ പോട്ടെ, വാസ്തവത്തിൽ നിങ്ങൾ ആരാണ്? നിങ്ങളെ കണ്ടിട്ട് ബ്രാഹ്മണരാണെന്ന് തോന്നുന്നില്ലല്ലോ. ഇങ്ങനെ ജരാസന്ധൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ, എന്താണ് പറഞ്ഞത്? കൃഷ്ണൻ പറയുകയാണ്, ഞങ്ങൾ ചോദിക്കുന്നത് തരാമെന്ന് സത്യം ചെയ്താൽ ഞങ്ങൾ ആരാണെന്നുള്ള സത്യം പറയാം. ഉടനെ ജരാസന്ധൻ പറയുകയാണ്, എന്നെ കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ, എന്താണെങ്കിലും എന്റെ ജീവനും രാജ്യവും ഒഴിച്ച് ഞാൻ തരാം. അത് ഞാൻ സത്യം ചെയ്യുന്നു. പക്ഷേ എന്റെ ജീവനും എന്റെ രാജ്യവും തരില്ല. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഞങ്ങൾ ആരാണെന്ന് പറയാം.
അങ്ങേ 17 തവണ യുദ്ധത്തിൽ തോൽപ്പിച്ച ആ ഇടയ ചെറുക്കനായ കൃഷ്ണനാണ് ഞാൻ, രുക്മിണിയെ പരിണയിച്ച കൃഷ്ണൻ. ഇവൻ മധ്യപാണ്ഡവനായ പാർത്ഥനും മറ്റവൻ അവന്റെ ജ്യേഷ്ഠനായ ഭീമനുമാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ ജീവനോ രാജ്യമോ ഒന്നും ആവശ്യമില്ല. ഒരു ദ്വന്ദ്വ യുദ്ധമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 3 പേരിൽ ആരോടെങ്കിലും ദ്വന്ദ്വയുദ്ധം ചെയ്താൽ മതി. ഇങ്ങനെ കൃഷ്ണൻ ജരാസന്ധന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജരാസന്ധൻ പൊട്ടിച്ചിരിച്ചു. ഇതാണോ ഇത്ര മഹാകാര്യമായി നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഈ നിസ്സാര കാര്യത്തിന് എന്നെ കൊണ്ട് ഇത്ര വലിയ സത്യമൊക്കെ എന്തിനാണ് ചെയ്യിപ്പിച്ചത്? ഓർത്തിട്ട് തന്നെ നാണക്കേടാകുന്നു. യുദ്ധം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ആരോട് യുദ്ധം ചെയ്യണം? നീയാണെങ്കിൽ പലവട്ടം എന്നോട് തോറ്റവനാണ്. തോറ്റോടിയവനോട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല. അർജുനനാണെങ്കിൽ അവൻ എനിക്ക് സമാനമായ ജോഡിയുമല്ല. പിന്നെ ഭീമനാണ്, അവനും എനിക്ക് സമനല്ല. എങ്കിൽ നാലാമതായി മറ്റൊരാൾ ഇല്ലാത്തതുകൊണ്ട് അവനുമായി ദ്വന്ദ്വയുദ്ധത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം, യുദ്ധത്തിന്റെ നടുക്ക് വെച്ച് പേടിച്ചോടരുത്. പേടിച്ചോടിയാൽ അവിടെ വെച്ച് ഞാൻ പിടിച്ചു കൊന്നുകളയും. ഇങ്ങനെ ജരാസന്ധൻ പറഞ്ഞു. അതിനുശേഷം ജരാസന്ധൻ ആയുധപുരയിൽ പ്രവേശിച്ച് 2 വലിയ ഗദകൾ എടുത്തുകൊണ്ടുവന്ന് ഭീമന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗദ പരിശോധിച്ചെടുക്കാം എന്ന് ജരാസന്ധൻ ഭീമനോട് പറഞ്ഞു. അപ്പോൾ ഭീമസേനൻ പറയുകയാണ്, വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കൂ, മറ്റിത് ഞാൻ എടുക്കാം, എനിക്ക് ഏതായാലും മതി. ഇങ്ങനെ ഭീമനും പറഞ്ഞു. അതിനുശേഷം 2 പേരും ഗദയെടുത്തു. വലിയ യുദ്ധം തുടങ്ങി. ആയിരക്കണക്കിന് കാണികൾ ചുറ്റും വന്നുകൂടി. ഗദകളുടെ നാദം ഇടിഗർജിതം പോലെ മുഴങ്ങി. ദിഗന്ധങ്ങൾ നടുങ്ങി. ഘോരമായ യുദ്ധം 15 ദിവസം നീണ്ടുനിന്നു. ആർക്കും തോൽക്കുവാനായില്ല. ജയവുമില്ല. ഭീമൻ ക്ഷീണിക്കുന്നു. അർജുനൻ അത് കണ്ട് കൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, ഇത് അവസാനിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ജ്യേഷ്ഠനാണെങ്കിൽ ക്ഷീണിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് സാരമില്ല. ജരാസന്ധന്റെ ശരീരം നടുവെ വലിച്ചു കീറി തല തിരിച്ചിട്ടാൽ മാത്രമേ അവൻ മരിക്കുകയുള്ളൂ. തലതിരിച്ചിട്ടില്ലെങ്കിൽ ഉടലുകൾ സന്ധിച്ച് അവൻ പിന്നെയും ജീവിക്കും. അങ്ങനെ ചെയ്യാൻ ഒരു അടയാളം നീ വായുപുത്രനായ ഭീമനെ കാണിക്കൂ. ഒരില നടുവേ കീറി തലതിരിച്ച് എറിഞ്ഞു കാണിക്കൂ. ഇതേയുള്ളൂ ഇപ്പോൾ ഒരു മാർഗമെന്ന് കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു. അങ്ങനെ അച്യുതന്റെ ഉപദേശം അനുസരിച്ച് അർജുനൻ ഒരു പച്ചില പറിച്ചെടുത്ത് നടുവേ കീറി ജ്യേഷ്ഠൻ കാണത്തക്ക വണ്ണം തലതിരിച്ച് ദൂരത്തേക്ക് എറിഞ്ഞു. പാർത്ഥന്റെ ഉദ്ദേശം ഭീമൻ മനസ്സിലാക്കി. എന്തുകൊണ്ടെന്നാൽ ജരാസന്ധന്റെ ജനന കഥകൾ ഭീമനും കേട്ടിരുന്നു. പോര് പിന്നെയും തുടർന്നു. പോരിനിടയിൽ ഒരു തരം കിട്ടിയപ്പോൾ വായുപുത്രൻ മഗധനെ തള്ളി താഴെ വീഴ്ത്തി. അവന്റെ ഒരു കാലിന്മേൽ ബലമായി ചവിട്ടി നിന്നുകൊണ്ട് മറ്റേ കാൽ 2 കൈകളിലും പിടിച്ചുപൊക്കി ആന കരിമ്പനയുടെ ഇളന്തടി ചീന്തുന്നത് പോലെ വലിച്ചു കീറി തലതിരിച്ച് ദൂരത്തേക്ക് എറിഞ്ഞു. ഹരേ കൃഷ്ണ! അങ്ങനെ ദുഷ്ടനായ ജരാസന്ധൻ മരണപ്പെട്ടു. വായുപുത്രനായ ഭീമൻ അവനെ വധിച്ചു. അതിനുശേഷം അവന്റെ ബന്ധുമിത്രാദികൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് അഭയം അപേക്ഷിച്ചു. അവന്റെ ശേഷക്രിയാദികൾ കഴിഞ്ഞ് പുത്രനായ സഹദേവനെ മഗധയുടെ രാജാവായി മാധവൻ വാഴിച്ചു. അതിനുശേഷം പീതാംബരൻ കാരാഗൃഹത്തിൽ കിടന്ന സർവ്വ രാജാക്കന്മാരെയും നാടുവാഴികളെയും മോചിപ്പിച്ചു. അവരെല്ലാവരും തന്നെ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഭഗവാനെ വന്ദിച്ച് നമസ്കരിച്ചു. അപ്പോൾ നന്ദാത്മജൻ മന്ദസ്മിതത്തോടുകൂടി ഇങ്ങനെ അരുൾ ചെയ്തു. എന്താണ് അരുൾ ചെയ്തത് എന്ന് കേട്ടുകൊള്ളുക. അല്ലയോ മഹത്തുക്കളായ മഹീപതികളെ, നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരായി ഭവിച്ചിരിക്കുന്നു. നിങ്ങൾ ഇനി സ്വന്തം രാജ്യങ്ങളിൽ പോയി മക്കളോടും ഭാര്യയോടും ബന്ധുക്കളോടും കൂടി ചേർന്ന് സുഖമായി ജീവിക്കുക. ഞാനുള്ള കാലത്തോളം മേലാൽ നിങ്ങൾക്ക് ശത്രുഭയം ഉണ്ടാകുന്നതല്ല. രാജപുങ്കവനായ ധർമ്മപുത്ര അടുത്ത കാലത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ഒരു രാജസൂയ മഹായത്നം നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ പുണ്യയജ്ഞത്തിൽ നിങ്ങൾ എല്ലാവരും സന്തോഷപൂർവ്വം പങ്കുകൊള്ളണമെന്ന് അദ്ദേഹത്തിന്റെ അനുജന്മാരായി ഈ നിൽക്കുന്ന ഭീമാർജുനന്മാർക്ക് വേണ്ടി ഞാൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. ഇങ്ങനെ ഭഗവാൻ അരുൾ ചെയ്തപ്പോൾ ആ രാജാക്കന്മാർ ആ ക്ഷണം തലകുനിച്ച് സ്വീകരിച്ചു. ഭഗവാന്റെ കൽപ്പന പ്രകാരം ജരാസന്ധന്റെ പുത്രനായ സഹദേവൻ ആ രാജാക്കന്മാരെ വേണ്ടവണ്ണം സൽക്കരിച്ച് സുഗന്ധജലത്തിൽ സ്നാനം ചെയ്യിപ്പിച്ച് വസ്ത്രങ്ങളും ആഭരണങ്ങളും ആഹാരവും നൽകി തൃപ്തിപ്പെടുത്തി. രഥങ്ങളിൽ കയറ്റി രാജോചിതമായ വിധം അവരവരുടെ രാജധാനികളിലേക്ക് അയച്ചു. ഹരേ കൃഷ്ണ! ജരാസന്ധന്റെ വധം കഴിഞ്ഞ് രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്ന അനുജന്മാരെ ധർമ്മപുത്രൻ അനുഗ്രഹിക്കുകയും ഭഗവാന്റെ പാദപത്മങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ദിഗ്വിജയത്തിനു വേണ്ടി 4 ദിക്കുകളിലേക്കും 4 അനുജന്മാരെയും നിയോഗിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. ഭഗവാന്റെ യാത്രാവസരത്തിൽ ധർമാത്മജന് മിണ്ടാൻ പോലും ശക്തിയില്ലാതായി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടർന്നടർന്ന് വീണുകൊണ്ടിരുന്നു.
അതുകണ്ട് കൃഷ്ണൻ സാന്ത്വനപ്പെടുത്തി. യുധിഷ്ഠിര, എന്റെ യാത്രയിൽ അങ്ങ് ഇത്രമാത്രം ഉത്കണ്ഠാകുലനാകുന്നത് എന്തിന്? അങ്ങ് സമാധാനത്തോടുകൂടി ഇരിക്കൂ. എല്ലാ കാര്യവും മംഗളമായി നടക്കും. ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ദ്രൗപദി തൊഴുതുകൊണ്ട് ഇങ്ങനെ അറിയിച്ചു: ഭഗവാനെ, അവിടുന്നല്ലാതെ മറ്റൊരാശ്രയം ഞങ്ങൾക്കില്ല. അപ്പോൾ ഭഗവാൻ ദ്രൗപദിയെ സമാധാനപ്പെടുത്തി. ഞാനുണ്ട് എന്ന് ധൈര്യമായി വിശ്വസിച്ചു കൊള്ളുക. ഇങ്ങനെ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ യാത്രയായി. കൃഷ്ണൻ തന്റെ മനോഹരമായ മണിരഥത്തിൽ കയറിയിരുന്നു. പാഞ്ചജന്യത്തിന്റെ പ്രണവനാദം ഉച്ചത്തിൽ മുഴങ്ങി. ഗരുഡാങ്കിതമായ കൊടിക്കൂറ പാറിപ്പറന്നു. രഥം സാവധാനം മുൻപോട്ട് നീങ്ങിത്തുടങ്ങി. തൊഴുകൈയോടുകൂടി എല്ലാവരും നോക്കി നിൽക്കെ ഭഗവാൻ ദൃഷ്ടികളിൽ നിന്നും അപ്രത്യക്ഷമായി. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഈ ഭാഗം നിങ്ങളുടെ മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഭഗവാൻ യാത്രയാകുന്നു. ദ്രൗപദിയും ധർമ്മപുത്രരും തൊഴുതുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് ഭഗവാനെ യാത്രയയക്കുന്ന ആ രംഗം. ഹരേ കൃഷ്ണ. എല്ലാവരെയും ഭഗവാൻ കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ.